യുക്രൈനിൽ റഷ്യ കടന്നാക്രമിച്ചതോടെ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം അതിൻ്റെ 3-ാം കൊല്ലത്തിലേക്ക് 3 കൊല്ലം തികയുന്ന ദിവസമാണെന്ന്. മറ്റു രീതിയിൽ പറഞ്ഞാൽ പി പി ജെയിംസ് ഈ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടും 3 കൊല്ലമായി. പി പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻസ്. എന്തിനാ കൺഗ്രാജുലേഷൻ? കാര്യം 3 കൊല്ലം തുടർച്ചയായി യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. അത്ര സുഖകരമല്ലാത്ത കാര്യമാണെങ്കിലും വലിയ വിശ്രമമൊന്നും ഇല്ലാതെ പണിയെടുത്തു. അതെ, തീർച്ചയായിട്ടും. യുക്രൈൻ യുദ്ധത്തിൽ ഈ വ്ളാഡിമിർ സെലൻസ്കിനെ കൊണ്ടുവന്ന് നമ്മൾ ഓരോ വീട്ടിലും പരിചയപ്പെടുത്തിയതും ഇപ്പോൾ അവസാനം സെലൻസ്കി ഈ പ്രസിഡന്റ് സ്ഥാനം പോകുന്ന അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്നതും എല്ലാത്തിനും കാരണക്കാർ നമ്മളാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ എന്തായാലും സെലൻസ്കി എന്ന ഹാസ്യ നടൻ ഒരുപക്ഷെ ഒരു യുദ്ധത്തിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചെറുത്തുനിൽപ്പിൻ്റെ നായകനായി മാറിയ ചരിത്രമാണ്. SKN ഓർക്കുന്നുണ്ടാവും. ഈ 2022 ഫെബ്രുവരി 24-നാണ് രാവിലെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തത്. SKN എന്നോട് ചോദിച്ച ചോദ്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. യുദ്ധം ആരംഭിച്ചിരിക്കുന്നു, ഇനി ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും? അപ്പോൾ അവർ അവകാശപ്പെടുന്നത് 2 ആഴ്ചയാണ്. പക്ഷേ ഇവർ ചെറുത്ത് നിൽക്കുകയും യൂറോപ്പ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്താൽ നമുക്കത് പറയാൻ പറ്റില്ല എത്ര നീണ്ടുപോകുമെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇത് മാത്രമല്ല, അതിൻ്റെ തലേ ദിവസമാണ് ഒരു മിലിറ്ററി എക്സസൈസ് അല്ലെങ്കിൽ ഒരു വലിയ വ്യോമാഭ്യാസമൊക്കെ നടത്തി റഷ്യ പിൻവാങ്ങിയത്. അന്നും SKN ചോദിച്ച് ഞാൻ ഓർക്കുന്നു, ഈ യുദ്ധം ഉണ്ടാവുമോ? PP എപ്പോഴും യുദ്ധം ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ എന്തോ പിറ്റേ ദിവസം യുദ്ധം തുടങ്ങി. അതുകൊണ്ട് യുദ്ധം തുടങ്ങിയതിൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ തലയിൽ വന്ന് വീണു. എന്തായാലും യുദ്ധം ഏതാണ്ട് 3 വർഷം തികയുമ്പോൾ SKN ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഇത്. റഷ്യയുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടത്. അവർ പ്രത്യേകിച്ച് റഷ്യൻ ആർമി ടാങ്കുകളുമായി ആദ്യ ദിനങ്ങളിൽ തന്നെ ഇരച്ചു കയറി ആ ടാങ്കുകളൊക്കെ തകർക്കുകയും മൊളോട്ടോവ് എന്ന ഒരു നാടൻ ബോംബുകളുമായിട്ട് ജനം കൈകാര്യം ചെയ്തപ്പോൾ ഒരുപാട് സൈനികരും ടാങ്കുകളും നഷ്ടപ്പെട്ടു. റഷ്യക്ക് ഏതാണ്ട് 1.5 ലക്ഷത്തോളം സൈനികരെ നഷ്ടപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്കുകൾ വേറെയുണ്ട്. 1 ലക്ഷത്തോളം പേരെ ഉക്രൈനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലൊക്കെ നടന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസമുള്ളത് സിവിലിയൻ സാധാരണക്കാർ 15,000-നും 20,000-നും ഇടയിലേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നു. 80 ലക്ഷം പേര് അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. 4.25 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. ഉക്രൈനിൽ ധാതു നിക്ഷേപങ്ങളുണ്ട് വലിയ രീതിയിലുള്ളത്. ഇതൊക്കെ പിടിച്ചെടുക്കുക എന്ന പുട്ടിൻ്റെ ലക്ഷ്യമായിരുന്നു. എന്ന് മാത്രമല്ല, പുട്ടിനെ വലിയ ആശങ്കപ്പെടുത്തിയത് നാറ്റോ സഖ്യം കയറി വന്ന് തൻ്റെ മുറ്റത്ത് വരെ എത്തുന്നു, ഉക്രൈനോട് അതിൽ ചേരരുതെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലായിരുന്നു SKN ഓർക്കുന്നുണ്ടാവും 1.5 ലക്ഷം സൈനികർ ബ്ലഡ് ബാങ്ക് യൂണിറ്റുകളുമായിട്ട് റഷ്യയുടെ സൈന്യം ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് പിന്നെയാണ് ആക്രമിച്ചത്. ഏതായാലും ആക്രമണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ മിസൈലുകൾ വന്ന് വീണത് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലാണ്. കീവിലെ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് ബോംബ് മിസൈലുകൾ വന്ന് വീഴുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്രസിഡന്റ് സെലൻസ്കിയും ഭാര്യ ഒലക്സാന്ദ്രയും 2 മക്കളും തലനാരിഴയ്ക്കാണ് മിസൈലിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇതാ 3 വർഷമായി. അത് യഥാർത്ഥത്തിൽ ഒളിക്യാമ്പിലൊക്കെ ഇരുന്നുകൊണ്ടാണ് വ്ളാഡിമിർ സെലൻസ്കി ഫൈറ്റ് ചെയ്യുന്നത്. സെലൻസ്കിയെ പിടിക്കാൻ ചാവേർ സംഘത്തെ അയച്ചിരുന്നു. പലതരത്തിൽ ആൾക്കാർ വന്നു. പക്ഷേ സെലൻസ്കി ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല റഷ്യൻ സൈന്യത്തിന്. എന്ന് മാത്രമല്ല, റഷ്യയുടെ ഉള്ളിൽ കയറി 1300 കിലോമീറ്റർ പിടിച്ചടക്കി കെർസ്ക് മേഖലയിൽ പിടിച്ചടക്കി റഷ്യയുടെ മേഖലകൾ ഉക്രൈൻ സേന. അത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും പിന്തുണയോടെ ആയിരുന്നു. ഇന്നിപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതോടെ SKN കാര്യങ്ങൾ മാറിമറിയുകയാണ്. കാരണം റഷ്യക്ക് ഏതാണ്ട് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കുന്നു. അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ചെറുത്ത് നിൽക്കാൻ കിട്ടിയിരുന്നത്. ഇപ്പോൾ യൂറോപ്പാണ് ഇവരുടെ പക്ഷത്തുള്ളത്. SKN ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 370-ലേറെ ഡ്രോണുകൾ ഒറ്റ ദിവസം ആക്രമണം നടത്തി എന്നുള്ളത് ഒരുപക്ഷെ യുദ്ധത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ 3 വർഷം തികയുമ്പോൾ അതിൻ്റെ ശക്തി കാട്ടുന്ന രീതിയിൽ റഷ്യ അടിച്ചിരിക്കുന്നു എല്ലാ നഗരങ്ങളിലും. ഉക്രൈൻ്റെ ആദ്യം വന്നത് 200-ലേറെയാണ്. പിന്നെയും 175ഓളം ഡ്രോണുകൾ അയച്ചു, കുറേ വെടിവെച്ചിട്ടു. ഇതിന് ബദലായിട്ട് ഡസൻ കണക്കിന് ഡ്രോണുകൾ റഷ്യയിലേക്ക് അയച്ചു. അതിൽ പലതും വെടിവെച്ചിട്ടു എന്നാണ് റഷ്യ പറയുന്നത്. എന്തായാലും യുദ്ധം യഥാർത്ഥത്തിൽ തീരുമെന്ന് ട്രംപൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ ഈ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് SKN. അപ്പോൾ യുക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. അതിനിടയിൽ ഒരു സംഭവവാസമുള്ളത്, ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇത് സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ വരുന്നുണ്ട്. ഒന്ന് അമേരിക്കയുടേതാണ്, ഒന്ന് യൂറോപ്പിൻ്റേതാണ്. യൂറോപ്പിൻ്റെതിൽ മോസ്കോയെ റഷ്യയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതാണ്. പക്ഷെ അമേരിക്ക അമെൻമെൻറ്റ് കൊണ്ടിരിക്കുന്ന റഷ്യയുടെ പേര് പറയണ്ട. പക്ഷെ അതിനെ അംഗീകരിക്കുന്നില്ല ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഇതിൻ്റെ പേരിൽ
അടി വീണിരിക്കുകയാണ്. എന്തായാലും അത് മാറ്റിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് 3-ാം വാർഷിക ദിനത്തിൽ വരുന്നു. SK, ഈ അവസരത്തിൽ നമ്മൾ ബൈജു കൊട്ടാരക്കരെ കൂടി ഓർമ്മിക്കണം. കാരണം ഒരുപക്ഷെ ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് യുദ്ധമുഖത്ത് നിന്ന് നേരിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ബംഗറിൽ ഒളിച്ചു, പലപ്പോഴും ബോംബ് വന്ന് തലയിൽ വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ അപകടം ഒന്നും കൂടാതെ വിജയകരമായിട്ട് മടങ്ങി വന്നു റിപ്പോർട്ട് ചെയ്തതിനു ശേഷം. എന്തായാലും ബൈജു കൊട്ടാരക്കരയുടെ ദേഹത്തുനിന്ന് ബോംബ് വീഴില്ല, വീണാലും ബോംബ് തിരിച്ചു പോകും അല്ലേ? ഓക്കെ, ഇപ്പൊ പുള്ളി ബൈജു കൊട്ടാരക്കര നമ്മളൊന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കയിലായതുകൊണ്ട് ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നത് വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധ കാഹളം മുഴങ്ങുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവിടേക്ക് സൈന്യത്തെ അയക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു. ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം സൈന്യത്തോട് നീങ്ങിക്കോളാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ സൂചന വരുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും എസ് കെ പറഞ്ഞത് വളരെ ശരിയാണ്. ഗസയിലേക്ക് സൈന്യം റെഡിയാണ്, അത് അതിർത്തിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പുമായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അവിടെ നടക്കുന്ന ഈ പലസ്തീൻ തടവുകാരെയും ഇസ്രായേലി ബന്ദികളെയും പരസ്പരം കൈമാറുന്ന ഇതിൽ ഇസ്രായേലി ബന്ദികളോട് വളരെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് മാത്രമല്ല, അവർ ജനങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് പ്രദർശിപ്പിക്കുക മാത്രമല്ല, അവരെ ഉപദ്രവിക്കാൻ വരുന്ന അവസ്ഥയുണ്ടായി. ഇന്നലെ അതിന് വിപരീതമായിട്ട് ഒരു ബന്ദി, ഇസ്രായേലി ബന്ദി ഹമാസിൻ്റെ മുഖംമൂടി ധരിച്ച പ്രവർത്തകരെ ചുംബിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വന്നു. അത് ഇസ്രായേലിന് വല്ലാത്ത ക്ഷീണമായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലമായിരിക്കും. എന്ന് മാത്രമല്ല, അവർ കൊടുത്ത ഷിറി ബിബാസ് എന്ന ഒരു സ്ത്രീയുടെ മൃതശരീരം അത് മാറിപ്പോയിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് യഥാർത്ഥ മൃതശരീരം വിട്ടുകൊടുത്തു. അപ്പോൾ ഇതെങ്ങനെ ഉള്ള ഇതിലാണ് ഇവർ ആക്രമിക്കുന്നത് പറഞ്ഞ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ഒരു ആക്രമണത്തിൻ്റെ പാതയിലാണ്. ട്രംപിൻ്റെ പിന്തുണയുണ്ട്. ഇവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന SK ഹമാസിനെ മുഴുവൻ തുടച്ചു നീക്കി എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇസ്രായേൽ സൈന്യം പിന്മാറിയപ്പോൾ പച്ച റിബൺ കെട്ടി അവർ ആയിരക്കണക്കിന് ഹമാസ് പ്രവർത്തകർ രംഗത്ത് വരികയും ഇവരെയൊക്കെ പറഞ്ഞുവിടുന്നതും ഈ ബന്ദികളെയൊക്കെ പറഞ്ഞുവിടുന്നതൊക്കെ ഹമാസാണ്. ഇതൊട്ടും സഹിക്കുന്നില്ല ഇസ്രായേലിന്. സിറിയയിലും അതുപോലെ, സിറിയയിലെ HTS അവിടുത്തെ ഹയാത്ത് തെഹ്രീഖ് അൽ ഷമാം എന്ന സംഘടനയാണ് ഇപ്പോൾ അവിടെ സിറിയയിൽ ഭരണമാറ്റത്തിന് നേതൃത്വം നൽകുന്നത്. അവരെ ഇങ്ങോട്ട് സൈന്യമായിട്ട് അംഗീകരിക്കില്ല. അപ്പോൾ ഈ ഇസ്രായേൽ അതിർത്തിയിൽ ഗോലാൻ കുന്നുകൾ അപ്പുറത്തൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ സൈന്യം വീണ്ടും ആക്രമണത്തിൻ്റെ പാതയിലെത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യ സംഘർഷത്തിൻ്റെ പാതയിലായിരിക്കുന്നു. ഇതിനെതിരെ അറബ് ലീഗ് അടിയന്തര യോഗങ്ങൾ ചേരുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ആക്രമിക്കാനുള്ള നീക്കത്തിലാണ്. SK. ഓക്കെ, പി ജെയിംസ്, ഇനി നമുക്ക് നാളെ കാണാം. താങ്ക് യു. ജെയിംസ്.